നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ടൂർ പാക്കേജുകൾ വാഗ്ദാനം ചെയ്ത് വഞ്ചിക്കുന്ന സംഘം ബഹ്റിനിൽ സജീവം. ഇന്ത്യ, യൂറോപ്പ്, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ പലയിടങ്ങളിലേക്കും ചെറിയ നിരക്കിൽ ടൂർ ഓഫർ ചെയ്തും വിമാന ടിക്കറ്റ് അടക്കം നൽകാമെന്നും പറഞ്ഞാണ് വഞ്ചന. മലയാളികളടക്കം നിരവധി കുടുംബങ്ങളാണ് ഇതുവരെ കെണിയിൽപ്പെട്ടത്. നറുക്കെടുപ്പ് വിജയികളായെന്ന് പറഞ്ഞു വിളിച്ചാണ് ഇവർ ജനങ്ങളെ ആകർഷിക്കുന്നത്. മാളുകളിലോ മറ്റു പൊതുജനങ്ങൾ കൂടുന്ന ഇടങ്ങളിലോ നറുക്കെടുപ്പെന്ന് പറഞ്ഞ് നമ്പറുകൾ എഴുതിയിടുന്നവർ ശ്രദ്ധിക്കുക. ടൂർ പാക്കേജ് എന്ന് പറഞ്ഞു തരുമ്പോൾ മുഴുവൻ വിവരങ്ങളും അറിയാൻ ശ്രമിക്കുക. തട്ടിപ്പ് സംശയം തോന്നിയാൽ എത്രയും വേഗം അധികൃതരെ അറിയിക്കുക. തട്ടിപ്പിനിരയായവർ പോലീസിൽ കേസ് നൽകുക. ബഹ്റിൻ കേരളീയ സമാജം മലയാളം പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ CPR ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. ഇന്ന് രാത്രി 8:30 സമാജം ഡയമണ്ട് ജൂബിലി ഹാളിലാണ് ക്ലാസ് നടക്കുക. അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലെ വിദഗ്ധർ പങ്കെടുക്കും. ബഹ്റിനിലെ പ്രവാസികൾക്കിടയിൽ തന്നെ ദിനംപ്രതി ഹൃദയരോഗങ്ങളും ഹൃദയാഘാത മരണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഹൃദ്രോഗത്തിന്റെ പ്രാധാന്യവും അതെങ്ങനെ തടയാമെന്നും ഹൃദയ സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെയും ഭാഗമായി ക്ലാസ് സംഘടിപ്പിക്കുന്നതെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണ പിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് വിനയചന്ദ്രൻ R നായറിനെ 39215128 അല്ലെങ്കിൽ രജിത അനിയെ 38044694 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ബഹ്റിനിലെ നഴ്സുമാരുടെ കൂട്ടായ്മയായ യൂനിബ് ദേവ്ജിയുമായി ചേർന്ന് സൽമാനിയ മർമറീസ് ഹാളിൽ യൂനിബിന്റെ 8ാം വാർഷികവും അതോടൊപ്പം തന്നെ നഴ്സസ് ഡേ സെലിബ്രേഷനും ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടിയിൽ 500ഓളം നഴ്സുമാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. UNIB പ്രസിഡന്റ് ലിത മറിയനോ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സെക്രട്ടറി അനു ഷാജിദ് സ്വാഗതം ആശംസിച്ചു. മുഖ്യ അതിഥിയായി പങ്കെടുത്ത പാർലമെന്റ് അംഗം ഹിസ് എക്സലൻസി ഹസൻ ഈദ് ബുഖമാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MS അമേന ഇബ്രാഹിം മാലിക്, ഇന്ത്യൻ എംബസി കൗൺസിലർ രാജീവ് കുമാർ മിശ്ര, RMS ചീഫ് നഴ്സിംഗ് ഓഫീസർ ഫാത്തിമ യൂസിഫ് അഹമ്മദ് അൽ റയീസ്, അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ കോർപ്പറേറ്റ് CEO ഡോക്ടർ ജോർജ് ചെറിയാൻ, ഗവൺമെന്റ് ആശുപത്രിയുടെ CNS റഹ്മ ജാസിം അൽ ബ്രസ്രി, അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ പ്രൈമറി കെയർ മേധാവി ഡോക്ടർ ബാബു രാമചന്ദ്രൻ, കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർ അനൂപ് അബ്ദുള്ള എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബഹ്റിനിലെ വിവിധ സാമൂഹ്യ സംഘടനകളുടെ പ്രതിനിധികൾ ചടങ്ങിൽ ആശംസകൾ നേർന്നു. ബഹ്റിനിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന സീനിയറായ 30ഓളം നഴ്സുമാർക്ക് മെമന്റോ നൽകി ആദരിച്ചു. പ്രീജ രഞ്ജിത്ത് ചൊല്ലിക്കൊടുത്ത നഴ്സസ് പ്രതിജ്ഞ മെഴുകുതിരി തെളിയിച്ച് മറ്റ് നഴ്സുമാർ ഏറ്റുചൊല്ലി. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും സമ്മേളനത്തിന് മാറ്റുകൂട്ടി. ചടങ്ങിന് വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. ഹമദ് ടൗണിൽ കഴിഞ്ഞ ദിവസം പ്രവർത്തനം ആരംഭിച്ച ഹാപ്പി ഫുഡ് ഫാമിലി റെസ്റ്റോറന്റ് ഉദ്ഘാടനം സൗദി പൗരനും റെസ്റ്റോറന്റ് പ്രായോജകനുമായ ഹമദ് കുദൈസി ഹസൻ അൽ മുനീഫ്, മുതിർന്ന മാധ്യമപ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ EV രാജീവൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചടങ്ങിൽ അമേരിക്കൻ ദമ്പതികളായ മേരി റോയ്, സെർവാൻ ഗ്ലാസ് ഡയറക്ടറും സാമൂഹ്യ പ്രവർത്തകയുമായ അജികുമാർ, സതീഷ് ബാബു, സാറ്റ്കോ കൺസ്ട്രക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു. മനോഹരമായ ഇന്റീരിയറോടുകൂടിയ ഫാമിലിക്ക് പ്രത്യേക സൗകര്യമുള്ള റെസ്റ്റോറന്റിൽ എല്ലാവിധ ഇന്ത്യൻ, ചൈനീസ്, അറബിക് ഡിഷുകളും ഉണ്ടാകുമെന്നും പാർട്ടി ഓർഡറുകൾ എടുക്കുമെന്നും ഡയറക്ടർമാരായ സജീർ സുത്തൻ, നാസറുദ്ദീൻ എന്നിവർ അറിയിച്ചു. ബഹ്റിനിൽ ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണനെ സന്ദർശിച്ച് ബഹ്റിൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം ഭാരവാഹികൾ പ്രവാസി മലയാളികളെ അലട്ടുന്ന സുപ്രധാന പ്രശ്നങ്ങളുടെ അടിയന്തര പരിഹാരത്തിനായി നിവേദനം സമർപ്പിച്ചു. നിവേദനത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതീവ ഗൗരവമുള്ളവയാണെന്നും ഇത്തരം പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കപ്പെടാൻ വേണ്ട നടപടികൾ അനുഭാവപൂർവ്വം സ്വീകരിക്കാമെന്നും ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം ബഹ്റിൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഫോറം ഭാരവാഹികളെ അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് BMTF ഭാരവാഹികളായ ബഷീർ അമ്പലായി, സലാം അമ്പാട്ടുമൂല, ഷമീർ പൊട്ടച്ചോല, ഫസലുൽ ഹഖ്, മൻഷീർ കൊണ്ടോട്ടി, മുനീർ ഉറവക്കോട്ടിൽ, സക്കറിയ പൊന്നാനി, റസാഖ് പൊന്നാനി തുടങ്ങിയവർ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ P ശ്രീരാമകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ബഹ്റിൻ മലപ്പുറം ജില്ലാ ഫോറത്തിന് മലപ്പുറം ജില്ലക്കാരനായ അദ്ദേഹം എല്ലാവിധ ആശംസകളും നേർന്നു. ബഹ്റിനിൽ പുതുതായി സ്ഥാനമേറ്റ ശ്രീലങ്കൻ അംബാസിഡർ ഹെർ എക്സലൻസി ഷനിക ഡിസനായകയെ പ്രവാസി ലീഗൽ സെൽ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങൾ സന്ദർശിച്ചു. പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ PROയും ബഹ്റിൻ ചാപ്റ്റർ പ്രസിഡന്റുമായ സുധീർ തിരുനിലത്തിന്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ റിതിൻ രാജ്, ജയ്ഷ, സ്പന്ദന കിഷോർ എന്നിവരാണ് ശ്രീലങ്കൻ എംബസിയിൽ അംബാസിഡറെ സന്ദർശിച്ചത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി PLC നടത്തിവരുന്ന പ്രവർത്തനങ്ങളെ അംബാസിഡർ പ്രശംസിക്കുകയും ശ്രീലങ്കൻ എംബസിയുടെ എല്ലാ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു.
ബഹ്റിനിൽ നിന്നും ഭാര്യയുടെ ചികിത്സാർത്ഥം നാട്ടിലേക്ക് പോവുകയും പിന്നീട് അപകടത്തിൽ പരിക്ക് പറ്റിയതിനാൽ പ്രവാസ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാവാതിരുന്ന കൊയിലാണ്ടി പൂക്കാട് സ്വദേശിക്ക് കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മ്യൂണിറ്റി സഹായം കൈമാറി. കൊയിലാണ്ടിക്കൂട്ടം ബഹ്റിൻ ചാപ്റ്റർ മുൻകൈയെടുത്ത് ദില്ലി, ഖത്തർ, റിയാദ്, UAE, കുവൈറ്റ്, കൊയിലാണ്ടി ചാപ്റ്ററുകളുടെ കൂടെ പങ്കാളിത്തത്തോടെ സമാഹരിച്ച 1,04,250 രൂപയാണ് കൊയിലാണ്ടിക്കൂട്ടം ഗ്ലോബൽ കമ്മിറ്റിക്ക് വേണ്ടി കൊയിലാണ്ടി ചാപ്റ്റർ ചെയർമാൻ A. അസീസ് മാസ്റ്റർ, പ്രസിഡന്റ് റഷീദ് മൂടാടി, ബഹ്റിൻ ചാപ്റ്റർ ട്രഷറർ നൌഫൽ നന്ദി, മെമ്പർഷിപ്പ് സെക്രട്ടറി ഹരീഷ് PK, കൊയിലാണ്ടി ചാപ്റ്റർ പ്രവർത്തകരായ മൊയ്തു KV, ഫാറൂഖ് പൂക്കാട്, ബിജീഷ് പൂക്കാട് എന്നിവർ കൈമാറിയത്. അപകടത്തിലെ പരിക്ക് കൂടാതെ ഷുഗർ കൂടി കാഴ്ചശക്തി നഷ്ടപ്പെട്ട പ്രവാസിയുടെ ചികിത്സ, 11ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്ന മക്കളുടെ വിദ്യാഭ്യാസം എന്നിവർക്കായി തുടർന്നും സഹായം ആവശ്യമുള്ള ഈ മുൻ പ്രവാസിയെ സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹത്തെ നേരിട്ട് 8943420753 എന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്ത്യൻ സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ജൂനിയർ ആൻഡ് സീനിയർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഉജ്ജ്വല പര്യവസാനം. 5 ദിവസം നീണ്ട ടൂർണമെന്റിൽ 400ഓളം മത്സരങ്ങളാണ് നടന്നത്. പ്രമുഖ ബിസിനസ് സ്ഥാപനമായ നാഷണൽ ട്രേഡിംഗ് ഹൌസ് സ്പോൺസർ ചെയ്ത മത്സരത്തിൽ ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മികച്ച കളിക്കാർ പങ്കെടുത്തു. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ നിയമങ്ങൾ പ്രകാരം നോക്കൌട്ട് ഫോർമാറ്റിലായിരുന്നു മത്സരങ്ങൾ. പുരുഷ ഡബിൾസ് എലീറ്റ് വിഭാഗത്തിൽ മൈക്കിൾ ഒട്ടേഗ ഒൻവേയും മുഹമ്മദ് ആഷിഖ് PS-ഉം ചാമ്പ്യന്മാരായി. മുഹമ്മദ് ഒബൈദും അലി അഹമ്മദ് ഒബൈദും റണ്ണേഴ്സപ്പായി. സമാപന ചടങ്ങിൽ നാഷണൽ ട്രേഡിംഗ് ഹൌസ് മാനേജിംഗ് ഡയറക്ടർ ദിലീപ് സി ഠാക്കറും ബഹ്റിൻ നാഷണൽ ബാഡ്മിന്റൺ ടീം കോച്ച് അഹമ്മദ് അൽ ജല്ലാദും മുഖ്യാതിഥികളായി പങ്കെടുത്തു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ തുടങ്ങി സ്കൂൾ അക്കാദമിക ചുമതലയുള്ളവരും നിരവധി പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രിൻസിപ്പൽ VR പളനിസ്വാമി സ്വാഗതം ആശംസിച്ചു. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, ജൂബിലി കമ്മിറ്റി ജനറൽ കൺവീനർ പ്രിൻസസ് നടരാജൻ എന്നിവർ മത്സരം ഉജ്ജ്വല വിജയമാക്കിയ കളിക്കാരെയും സംഘാടകരെയും അനുമോദിച്ചു. സെക്രട്ടറി വി രാജപാണ്ഡ്യൻ നന്ദി രേഖപ്പെടുത്തി. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂബിലി ജനറൽ കൺവീനർ പ്രിൻസസ് നടരാജൻ എന്നിവർ ബാഡ്മിന്റൺ പ്രേമികൾക്കും സ്പോൺസർമാർക്കും വിശാലമായ ഏവർക്കും വിലമതിക്കാനാവാത്ത പിന്തുണയും പങ്കാളിത്തത്തിനും നന്ദി രേഖപ്പെടുത്തി. ബഹ്റൈൻ കേരളീയ സമാജം ഇൻഡോർ ഗെയിംസ് വിഭാഗം സംഘടിപ്പിക്കുന്ന BKS ഓപ്പൺ ജൂനിയർ സീനിയർ ബാഡ്മിന്റൺ ടൂർണമെന്റ് മെയ് 18-ന് ആരംഭിക്കും. വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ മെയ് 26 വരെ നീണ്ടു നിൽക്കുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. ജൂനിയർ വിഭാഗത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള സിംഗിൾസ്, ഡബിൾസ് മത്സരങ്ങൾക്ക് പുറമെ പുരുഷന്മാർക്കും വനിതകൾക്കും വേണ്ടിയുള്ള ഡബിൾസ്, മിക്സഡ് ഡബിൾസ്, 45 വയസ്സിനും 50 വയസ്സിനും മുകളിലുള്ളവർക്കായി പ്രത്യേകം മാസ്റ്റേഴ്സ് ഡബിൾസ്, ജംബിൾ ഡബിൾസ്, 85+, 100-ലധികം മത്സരങ്ങളുമാണ് ടൂർണമെന്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 85+ൽ കളിക്കാരിൽ ഒരാൾക്ക് 35 വയസ്സോ അതിൽ കുറവോ പ്രായവും, 100+ൽ കളിക്കാരിലുള്ളവർക്ക് 45 വയസ്സോ അതിൽ കുറവോ ഉണ്ടായിരിക്കണമെന്നും ടൂർണമെന്റിലേക്കുള്ള രജിസ്ട്രേഷൻ മെയ് 13 വരെ നീട്ടിയിരിക്കുന്നതായും ഇൻഡോർ ഗെയിംസ് സെക്രട്ടറി നൌഷാദ് M പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് നൌഷാദ് M-നെ 39777801 അല്ലെങ്കിൽ തൃപ്തിരാജിനെ 33078662 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റു വാർത്തകളിലേക്ക്. UAE റാസൽ ഖൈമയിൽ വെടിയേറ്റ് 3 സ്ത്രീകൾ കൊല്ലപ്പെട്ടു. വീതി കുറഞ്ഞ വഴിയിലൂടെ വാഹനം കടന്നുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് വെടിവെപ്പിലേക്ക് നയിച്ചത്. മൂവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വെടിവെപ്പ് നടന്നയുടൻ പോലീസ് സംഭവസ്ഥലത്തെത്തി അക്രമിയെ പിടികൂടി. ഇയാളിൽ നിന്ന് വെടിവെപ്പിന് ഉപയോഗിച്ച തോക്കും കണ്ടെടുത്തു. മരിച്ചവരുടെയും പ്രതിയെയും പറ്റിയുള്ള വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പ്രതിയെ നിയമ നടപടികൾക്കായി പ്രോസിക്യൂഷന് കൈമാറി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗൾഫ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളാണ് ട്രംപ് സന്ദർശിക്കുക. അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ പര്യടനമായിരിക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര. മെയ് 16 വരെയായിരിക്കും സന്ദർശനം. ആദ്യം സൗദി അറേബ്യയിലായിരിക്കും സന്ദർശനം നടത്തുക. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി കൂടിക്കാഴ്ച നടത്തും. കൂടാതെ കൂടിക്കാഴ്ചയിൽ ഗാസ വെടിനിർത്തൽ നിർദ്ദേശവും പുനർനിർമ്മാണ പദ്ധതിയും ചർച്ചയാകും. സൗദി കിരീടാവകാശിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്, സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറ, ലബനാൻ പ്രസിഡന്റ് ജോസഫ് ഔൻ എന്നിവരും പങ്കെടുക്കുമെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ ചാരന്മാർ വ്യാജ നമ്പറുകളിൽ നിന്ന് ബന്ധപ്പെട്ടേക്കാമെന്ന് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വിവരങ്ങൾ തേടിയാണ് ഫോൺ കോളുകൾ വരുന്നതെന്നും ഇതിൽ ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യൻ സൈന്യം അറിയിച്ചു. 7340921702 എന്ന ഇന്ത്യൻ നമ്പറിൽ നിന്ന് വരുന്ന ഇത്തരം കോളുകളോട് പ്രതികരിക്കരുതെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്തരം ചതികളിൽ വീഴരുത്. ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥരായി നടിച്ച് മാധ്യമപ്രവർത്തകരെയും സാധാരണക്കാരെയും വിളിച്ച് നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണിതെന്നും സൈന്യം അറിയിച്ചു. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ പാകിസ്ഥാൻ അതിർത്തി മേഖലയിൽ നടത്തിയ ആക്രമണ ശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട രാജ്യത്തെ വിമാനത്താവളങ്ങൾ തുറന്നു. അതിർത്തി സംസ്ഥാനങ്ങളിലെ 32 വിമാനത്താവളങ്ങൾ തുറക്കാനുള്ള സുപ്രധാന തീരുമാനമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എടുത്തത്. തീരുമാനം വന്നതിന് പിന്നാലെ ചണ്ഡീഗഡ് വിമാനത്താവളം തുറന്നു. വിമാനത്താവളങ്ങൾ തുറന്ന് വാണിജ്യ വിമാന സർവീസുകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയിപ്പ്. 3 ദിവസത്തിന് ശേഷമാണ് വിമാനത്താവളങ്ങൾ തുറന്നത്. മെയ് 15 വരെ വിമാനത്താവളങ്ങൾ അടച്ചിടാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ നിലവിൽ വരികയും അതിർത്തി ശാന്തമായതിനാൽ സൈന്യം വിലയിരുത്തിയതോടെയുമാണ് വിമാനത്താവളങ്ങൾ തുറന്നത്. അടച്ച 25 വ്യോമപാതകളിലെയും പിൻവലിച്ചു. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ അടക്കം വീണ്ടും തുടങ്ങും. അതേസമയം യാത്രക്കാർ നേരത്തെ തന്നെ എത്തണമെന്ന നിബന്ധനയ്ക്ക് മാറ്റമില്ല. ചെക്ക് ഇൻ ചെയ്യുന്നതിന് 3 മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാർ എത്തേണ്ടതാണ്. ചെക്ക് ഇൻ ഗേറ്റുകൾ 75 മിനിറ്റ് മുന്നേ അടയ്ക്കും. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കുന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 2 ആഴ്ച മുൻപാണ് കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കാനുള്ള സന്നദ്ധത BCCIയെ അറിയിച്ചത്. ഇംഗ്ലണ്ട് പരമ്പരയിലെങ്കിലും കളിക്കണമെന്ന് BCCI അഭ്യർത്ഥിച്ചെങ്കിലും വിരാട് കോഹ്ലി ഇതിന് മറുപടി നൽകിയിരുന്നില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരത്തെ ബന്ധപ്പെട്ട് വിരാട് കോഹ്ലിയെ വിരമിക്കൽ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ BCCI ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഇതിനു പിന്നാലെയാണ് കോഹ്ലി ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. സിനിമയിൽ താരങ്ങളുടെ പ്രതിഫലം നിശ്ചയിക്കുന്നത് മെറിറ്റ് അടിസ്ഥാനത്തിലെന്ന നിലപാടുമായി അഭിനേതാക്കളുടെ സംഘടന അമ്മ മാർക്കറ്റ് വാല്യൂ അടിസ്ഥാനത്തിലായിരിക്കും പ്രതിഫലം നിശ്ചയിക്കുക. സിനിമയിലെ നഷ്ടക്കണക്ക് പുറത്തുവിടുന്നതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വിശദീകരണത്തിന് പിന്നാലെയാണ് അമ്മ സംഘടനയുടെ പ്രതികരണം. താരങ്ങളുടെ പ്രതിഫലത്തിന് ആനുപാതികമായി തിയേറ്റർ ഗ്രോസ് കളക്ഷൻ പോലും ചിത്രങ്ങൾക്ക് ലഭിക്കുന്നില്ല. കോവിഡ് അനന്തരം OTT പ്ലാറ്റ്ഫോമുകൾ ലാഭമുണ്ടാക്കുന്നില്ല എന്നീ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വിശദീകരണ കത്ത്. സിനിമയിലെ കളക്ഷൻ കണക്കുകൾ പുറത്തുവിടുന്നതിനെതിരെ സംഘടനയിലെ ഒരു വിഭാഗവും അമ്മയും എതിർപ്പറിയിച്ചതിന് പിന്നാലെയായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയുടെ വിശദീകരണം. താരങ്ങളുടെ മാർക്കറ്റ് വാല്യൂ ആണ് പ്രതിഫലം നിശ്ചയിക്കുന്നത്. വ്യക്തിപരമായ മെറിറ്റാണ് വൻ പ്രതിഫലം നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതെന്നും അഭിനേതാക്കളുടെ സംഘടന അമ്മ വ്യക്തമാക്കി. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.